നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ്, എനിക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളുടെ, നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. അപ്പോൾ ചിലർ എല്ലാ കാര്യങ്ങളും പാർട്ട്ണറോട് അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആളോട് തുറന്ന് പറയാത്ത ആളായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇതുവരെയും ആ പേഴ്സൺ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നത്, അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. നമ്മൾ നോക്കുക അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ്. ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്, ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. കംപ്ലീറ്റ് ആയിട്ട് റെസനേറ്റ് ചെയ്താൽ പോലും ജനറൽ റീഡിംഗ് അനുസരിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് റീഡിംഗ് എടുക്കാം കേട്ടോ. അപ്പോൾ വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ കോൺടാക്ട് ചെയ്തോളാം. അപ്പോൾ ഏത് കാർഡ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഇപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥ അതാണ്. പിന്നെ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താ നടക്കുന്നതെന്നാണ് നമ്മളുടെ അടുത്ത ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഇതെന്തുകൊണ്ടാണ് നിങ്ങളോടൊന്നും പറയാത്തത്, അത് നമുക്ക് ചോദിക്കണം. മൂന്നാമത്തത്, പിന്നെ എന്താണ് അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത് അവരുടെ ജീവിതത്തിൽ, അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്തോളൂ, എന്നിട്ട് നമുക്ക് ഒറക്കൽ മെസ്സേജിലേക്ക് പോകാം. ഓക്കെ, ഇത് രണ്ടാമത്തെ കാർഡ്, ഇത് മൂന്നാമത്തെ കാർഡ്. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ്. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഭഗവാനെ നമുക്ക് ഓറക്കിൾ മെസ്സേജ് എടുക്കാം. ഒന്നാമത്തെ കാർഡിന് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ്. ഭഗവാനെ, ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ്. ഭഗവാനെ, ഓക്കെ, രണ്ട് കാർഡ്സാണ് ഇവിടെ വേണ്ടിയിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ് പറയുന്നത് പവർ, രണ്ടാമത്തെ കാർഡ് ഹാർനസ് ദ പവർ ഓഫ് രുദ്ര മന്ത്ര. അപ്പോൾ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പവർ എന്തിന്, പവർ എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ത്രിശൂലം പവറായിട്ട് കാണുന്നത്. ത്രിശൂലം എപ്പോഴും നിഗ്രഹം, നെഗറ്റീവ് എനർജീസിനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ത്രിശൂലം യൂസ് ചെയ്യാറ്. അപ്പോൾ ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സിനെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയണം നിങ്ങളുടെ പവർ കൊണ്ട്. അപ്പോൾ ജ്ഞാനം സിദ്ധിക്കണമെന്നാണ് പറയുന്നത്. സ്പിരിച്വൽ അറിവുകൾ നേടുക, അതാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് രുദ്രമന്ത്രം ജപിക്കണമെന്ന് പറയുന്നുണ്ട്. അത് ഓരോരുത്തരുടെ വിശ്വാസം പോലെ, നിങ്ങൾ ഏത് ദൈവത്തിനാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ആ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ജ്ഞാനം സിദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ. ഈ പേഴ്സൺ കുറച്ചൊരു സങ്കടമുണ്ട്, കുറച്ചൊരു നിഗൂഢതയുണ്ട് പേഴ്സൻ്റെ കാര്യത്തിൽ. പിന്നെ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, അതുപോലെ തന്നെ വളരെ സങ്കടമുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഒരു യാത്ര പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കൂട്ടുകെട്ട് അത്ര സുഖമില്ലാത്ത ആൾക്കാരാണ് എന്നും കൂടെ ഉണ്ട്. അപ്പോൾ കൂട്ടുകെട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഈ പേഴ്സൺ ഉണ്ട്. ചിലപ്പോൾ നമ്മളെ ചില നല്ല കൂട്ടുകെട്ടുകൾ നമ്മളെ നല്ല വഴിക്ക് നയിക്കും, ചീത്ത കൂട്ടുകെട്ടുകൾ നമ്മളെ ചീത്ത വഴിക്ക് നയിക്കും. അപ്പോൾ നമുക്കതിൽ ഇഷ്ടമില്ല, ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിലും ചില സമയത്ത് കൂട്ടുകാർക്ക് വേണ്ടി നമ്മളത് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ക്യാൻസർ പൈസസ് ആണ് ഈ സോഡിയാക് സൈൻ കാണിക്കുന്ന കാർഡ്.
നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മാനസികാവസ്ഥ. ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ക്വീൻ ഓഫ് കപ്സ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് വാൻഡ്സ്. ക്വീൻ ഓഫ് കപ്സ് റിവേഴ്സ് എന്ന് പറയുമ്പം ഇത് വളരെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്ന ഒരു എനർജിയാണ്. പക്ഷേ ഇവിടെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്ന, ഉള്ളഴിഞ്ഞ് സ്നേഹിക്കാൻ അറിവുണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ വെറുതെ പാഷന് വേണ്ടിയിട്ട് മാത്രം സ്നേഹിക്കുന്ന ഒരു സിറ്റുവേഷൻ, കൂടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. പാഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അട്രാക്ഷൻ, അതിന് വേണ്ടിയിട്ട് മാത്രം കൂടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പം കൂട്ടുകാരുടെ കൂട്ടുകെട്ടിൽ നിന്നുള്ള മനസ്സിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. മനസ്സിലായി? കൂട്ടുകാരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ കൂട്ടുകാരുടെ അഡ്വൈസ് എടുക്കുന്നത്, അവരുടെ ജീവിതം അനുസരിച്ചിട്ടൊക്കെ അവർ അഡ്വൈസ് കൊടുക്കുന്നത്. അപ്പോൾ നെഗറ്റീവായ അഡ്വൈസ് കൊടുത്ത് അത് ഈ പേഴ്സൺ എടുക്കുകയാണെങ്കിൽ ആ പേഴ്സൻ്റെ പേഴ്സണൽ ലൈഫിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പക്ഷേ വളരെ നിഗൂഢമാണ്. ഇത് ആരോടും പറയുന്നില്ല. ഈ പേഴ്സൻ്റെ മനസ്സിലാണ് ഇതെല്ലാം. അപ്പോൾ സ്നേഹം വെറും ശാരീരിക അട്രാക്ഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിൽ ഇപ്പം നടക്കുന്നത്? നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിൽ ഇപ്പം എന്താണ് നടക്കുന്നത് ഭഗവാനെ? നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിൽ ഇപ്പം എന്താണ് നടക്കുന്നത്? പേഴ്സൻ്റെ ജീവിതത്തിൽ ഇപ്പം എന്താ നടക്കുന്നത്? പുതിയ അറിവുകൾ ഈ പേഴ്സണ് കിട്ടിയിട്ടുണ്ട്. ഇതിനു മുമ്പ് പേഴ്സൺ സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ പേഴ്സൺ സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ അറിവുകൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ. പിന്നെ കിട്ടുന്ന അറിവുകൾ പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കാനുള്ള ഇൻറ്റൻഷനൊക്കെ ഉണ്ട്. പണ്ടത്തെ ഇപ്പോഴും പഴയ കാര്യങ്ങളിൽ ജീവിക്കുന്ന, പണ്ട് അങ്ങനെയായിരുന്നു, പണ്ട് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയായിരുന്നു, അപ്പോൾ പണ്ടത്തെ ഒരു സിറ്റുവേഷനിൽ ജീവിക്കുക. അപ്പോൾ പഴയ ഫ്രണ്ട്സ് ആയിരിക്കും ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ കുറേ നാൾ കൂട്ടില്ലാതെ പിന്നെ രണ്ടാമത് വന്നു ചേർന്ന ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു കണക്ഷനിൽ അവർ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വളരെ സീരിയസ് ആയ പോലെ ഈ പേഴ്സൻ്റെ സ്വഭാവത്തിൽ വളരെ സീരിയസ്നെസ് വന്നിട്ടുണ്ട്. വീട്ടിൽ അധികം സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കൂടുതൽ കൂട്ടുകാരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും കൂടുതൽ അവരുടെ കൂടെ യാത്ര ചെയ്യാനും എല്ലാമാണ്. അപ്പം നിങ്ങളെ മാറ്റി നിർത്തുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ. ഈ പേഴ്സൺ നേരത്തെ എന്തായിരുന്നു അതല്ല ഇപ്പോൾ പേഴ്സണ് ഭയങ്കരമായ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഈ പേഴ്സൺ കൂടുതലും സ്വാർത്ഥതയിലേക്ക് പോകുന്ന പോലെ. പണ്ട് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചവരാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ ഭാവി, ഇതൊക്കെ ചിന്തിച്ചിരുന്ന ഒരാൾ, സ്ത്രീയായാലും പുരുഷനായാലും, ഇപ്പോൾ സ്വന്തം കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. എപ്പോഴും എൻ്റെ ജീവിതം, എൻ്റെ ഡ്രസ്സ്, എനിക്കിവിടെ പോകണം, എനിക്കത് മേടിക്കണം, അങ്ങനത്തെ ഒരു വളരെ ഒരു വ്യത്യാസം കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിൽ. അതുപോലെ തന്നെ കൂടുതൽ മുമ്പ് ചെയ്യാതിരുന്ന പല പുതിയ പുതിയ കാര്യങ്ങളും ഈ പേഴ്സൺ ഭയങ്കര ക്യൂറിയോസിറ്റി, എന്താ പറയുക, അറിയാനുള്ള ഒരു ആഗ്രഹം. അപ്പോൾ പല കാര്യങ്ങളും, പുതിയ കാര്യങ്ങൾ ഈ പേഴ്സൺ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ സ്കോർപിയോ സോഡിയാക് സൈനാണ് കാണിക്കുന്നത്. എന്തിനെ കുറിച്ചിട്ടാണ്? പേജ് ഓഫ് സ്പോർട്സ്. എന്തിനെയോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ അറിയാൻ പേഴ്സൺ നോക്കുന്നുണ്ട്. ബിസിനസ്സിലൊക്കെ പുതിയ പുതിയ ട്രയൽ നടത്തുന്നുണ്ട് ഈ പേഴ്സൺ. അപ്പോൾ ചിലപ്പോൾ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തുന്നുണ്ടാവാം. മനസ്സിലായോ? പുതിയ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ എന്തെങ്കിലും പുതിയ വഴികൾ കണ്ടെത്താൻ പറ്റുമോ ബിസിനസ്സിലേക്കൊക്കെ. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ
ബിസിനസ് തുടങ്ങാനും ഉണ്ട്. പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഈ പേഴ്സണൽ ലൈഫിൽ കുറേ കാര്യങ്ങൾ വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ മദർ ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിരിക്കാം, ഒരു സിംഗിൾ മദറോ സിംഗിൾ ഫാദർ ആയിരിക്കാം, അതല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ അമ്മയായിരിക്കാം ഇത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അല്ലെങ്കിൽ വിവാഹം കഴിച്ച ഒരു സ്ത്രീ, ഒരു കുട്ടിയുള്ള സ്ത്രീ ഈ പേഴ്സണെ ഭയങ്കരമായി, സ്ത്രീ ആയാലും പുരുഷനായാലും, നിങ്ങളുടെ പേഴ്സൺ സ്ത്രീ ആയാലും പുരുഷനായാലും അവരെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വഴിക്ക് കുറേ പണം നഷ്ടമാകുന്നുണ്ട്. അപ്പോൾ മുമ്പ് അറിയില്ലാത്ത കുറേ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. ഇത് നിങ്ങൾ അറിയരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ ഒരു ടവർ മൊമെൻ്റ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ. നിങ്ങളൊന്നും അറിയരുത്. അപ്പോൾ കൂടുതൽ സമയം വീടിന് പുറത്ത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകലെയാണ് ഈ പേഴ്സൺ സമയം സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പൂച്ചക്കുട്ടിയാണ് ഇവിടെ കിടന്നുറങ്ങുന്നതാണ്, കൂർക്കമലിയാണ് കേൾക്കുന്നത്, ശ്വാസം മുട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതൊന്നും നിങ്ങളോട് പറയുന്നില്ല? എന്തുകൊണ്ടാണ് ഇത് നിങ്ങളോട് തുറന്ന് പറയാത്തത്? പേഴ്സൺ ഇപ്പോൾ ഭയങ്കര സീക്രട്ടീവാണ്. നിങ്ങളോട് പല കാര്യങ്ങളും തുറന്ന് പറഞ്ഞിരുന്ന ഈ പേഴ്സൺ ഇപ്പം നിങ്ങളോടൊന്നും പറയുന്നില്ല. ഈ ക്വീൻ ഓഫ് കപ്സ് തന്നെയാണ് ഇവിടെ പിന്നെയും വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് വെച്ചാൽ എന്തോ പുതിയ അറിവുകൾ. ഇത് കണ്ടോ, ഹൈ പ്രീസ്റ്റസ് ആണ്, ഇത് നോളജാണ്. ഈ നോളജിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ പുറകെ ഈ പേഴ്സൺ നടക്കുകയാണ്. ചിലപ്പോൾ ഈ ബ്ലാക്ക് മാജിക്കിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഒക്കൾട്ട് എന്നൊക്കെ പറയും, അതിൻ്റെയൊക്കെ പുറകെ നടക്കുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ റിലീജിയനിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ടുണ്ട്, റിലീജിയനെ കുറിച്ച് കൂടുതൽ അറിയണം എന്ന ആഗ്രഹമുള്ള ഒരാൾ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു എംപ്രസിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു എംപ്രസ് ആയിട്ടായിരിക്കും കാണുന്നത്, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ നിങ്ങൾ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ഇൻ്റലക്ച്വലായ കാര്യങ്ങൾ അല്ലെങ്കിൽ റിലിജിയൻ പരമായ കാര്യങ്ങൾ, ജ്ഞാനപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊരു ചിന്ത ഉണ്ടാവണം, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവണം ഇവിടെ. മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ എന്തോ അന്വേഷണത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും പുതിയ അറിവുകൾ നേടാനുമുള്ള ഒരു അന്വേഷണത്തിലാണ്. അത് റിലീജിയനിലും ആവാം, അതല്ലാതെ മെറ്റീരിയലിസ്റ്റിക് ലൈഫിലും ആകാം. പക്ഷെ എന്നാലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അത് മുടക്ക് പറയും, അല്ലെങ്കിൽ നിങ്ങൾ പിടിച്ച് കെട്ടിയിടാൻ, മീൻസ് പിടിച്ചു നിർത്താൻ നോക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ സംശയിക്കും. ഈ പേഴ്സൻ്റെ ഉദ്ദേശം നല്ലതല്ല എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളോട് ഈ കാര്യങ്ങളൊന്നും പറയാത്തത്. അതുമല്ല, ഈ പേഴ്സണ് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. എന്താണ് ഞാൻ അന്വേഷിച്ച് നടക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് എനിക്കിത് വേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ച് ഈ പേഴ്സണ് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കൂടിയിട്ടാണ് നിങ്ങളോടൊന്നും പറയാത്തത്. അപ്പോൾ ഭൗതികമായ സ്നേഹം അത് വലിയ ഗുണമില്ല എന്നൊരു ചിന്തയും കൂടെ ഈ പേഴ്സണ് വരുന്നുണ്ട്. നിങ്ങളോട് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്ന ഒരാളാണ്, പക്ഷെ അത് വലിയ ഗുണമില്ലാത്ത കാര്യമാണെന്നൊരു ചിന്ത. മനസ്സിലാവുണ്ടോ? ഇവിടെ ചോറസ് ലീബ്ര ഉണ്ട്, വെർഗോ പൈസസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. എന്താണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്? നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിൽ ഇനി എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? പേഴ്സൺ അകന്നുകൊണ്ടിരിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ പെട്ടെന്നൊരു നമുക്കൊരു ഉൾവിളി ഉണ്ടായി, എനിക്ക് പല കാര്യങ്ങളും അറിയണമെന്ന്. അപ്പോൾ ഇറങ്ങി പോവുകയാണ് ഒരാൾ. മനസ്സിലായോ? അപ്പോൾ ആ കാര്യം ചിലപ്പോൾ നേടിയെടുത്താൽ, അല്ലെങ്കിൽ ആ അറിവ് നേടിയെടുത്താൽ ചിലപ്പോൾ പിന്നൊരിക്കൽ വരാൻ ചാൻസ് ഉണ്ടാവാം. മനസ്സിലായി? ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടില്ല, പക്ഷെ അതിങ്ങനെ ഒരു ചിന്ത ഉള്ള പോലെ, ഒരു നോ കോണ്ടാക്റ്റിലേക്ക് ഇപ്പോൾ പോയിട്ടില്ല, പക്ഷെ അത് ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്താനുള്ള ചാൻസ് ചിലപ്പോൾ ഉണ്ടാവാം. നോക്കട്ടെ. ഇവിടെ ഈ പേഴ്സൺ ഈ ഒരു മൈൻഡ് ബ്ലോക്ക് ഉണ്ട്. മനസ്സിലായി? നമ്മൾ ഈ ജ്ഞാനമുള്ള ചില സമയത്ത് ചിലർ ഇറങ്ങി പുറപ്പെടും സന്യാസി ജീവിതത്തിലേക്ക്, സ്ത്രീകളായാലും പുരുഷനായാലും. ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ പെട്ടെന്ന് അവർക്കൊരു തോന്നൽ, സന്യാസ ജീവിതം നല്ലതാണ്, ഭൗതിക ജീവിതം കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ചിലരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ, പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് കൺഫ്യൂസ്ഡാണ്, ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ കുറച്ചും കൂടെ ജീവിതത്തിൽ ഒത്തിരി കൂടെ ഡിസിപ്ലിൻ കൊണ്ടുവന്നാൽ മാത്രമേ ഇനി മുമ്പോട്ടുള്ള ഒരു പോക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഈ പേഴ്സൺ. അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ,
പേഴ്സൺ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചിലപ്പോൾ അതിനും കൂടിയിട്ടായിരിക്കാം. ചിലപ്പോൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം, ലോട്ടറി അടിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ അത് കൂടുതലാണ് അല്ലേ, കുട്ടികളെ കൊല്ലുന്നതെല്ലാം. ഞാൻ ഇവരെ സംബന്ധിച്ച് പറയല്ല, ഞാനിങ്ങനെ ജനറലി പറഞ്ഞതാണ്. കുഞ്ഞു കുട്ടികളെ എന്താ കുരുതി കൊടുക്കുക, പണ്ടത്തെ കാര്യങ്ങളായിരുന്നൊക്കെ ഇതെല്ലാം ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് ഞെട്ടലാണ് അല്ലേ. അപ്പോൾ മൃഗങ്ങളെ കുരുതി കൊടുക്കുക, കോഴികളെ, ആടുകളെ, എന്തൊക്കെ മൃഗങ്ങളെ നമുക്കറിയില്ല. പിന്നെ അതൊക്കെ ആഭിചാരത്തിൻ്റെ എതിരായിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ മനുഷ്യക്കുരുതി കുറച്ച് ഇപ്പോഴായപ്പോഴാണ് പിന്നെയും പൊങ്ങി വരുന്നത്. അപ്പോൾ അതൊക്കെ കാര്യസാധന, നിധി കണ്ടെത്താൻ വേണ്ടി ആൾക്കാരെ കുരുതി കൊടുക്കുന്നു, ലോട്ടറി അടിക്കാൻ വേണ്ടി, പണസമ്പാദനത്തിന് വേണ്ടിയിട്ട് ഒക്കെ ആൾക്കാർ പലതരത്തിലാണ് പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തിൻ്റെ പുറകെയാണ് നടക്കുന്നത് അറിയില്ല. പേഴ്സൺ എന്തിനെയോ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യം സാധിക്കുന്നില്ല. ഈ പേഴ്സൺ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് തടസ്സം വയ്ക്കും, മനസ്സിലായോ? അത് ഇല്ലീഗലാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേഴ്സണ് ഇഷ്ടംപോലെ പണം ഈ പേഴ്സൺ സമ്പാദിക്കുന്ന അതിൽ പകുതിയും വേറെ എവിടെയോ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്കറിയില്ല ഇത് എങ്ങോട്ടാണ് പോകുന്നത്. ഇതൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇത് വേറെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണം ചിലവാക്കുന്നത്. അത് പെട്ടെന്ന് പണം സമ്പാദിക്കാനോ, പെട്ടെന്ന് ബിസിനസ്സിൽ നഷ്ടമാണ്, ബിസിനസ് പുരോഗമിക്കണം, ജോലിയിൽ നഷ്ടം, ജോലി പുരോഗമിക്കണം, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇപ്പോൾ പെട്ടെന്ന് കാര്യം നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകെട്ടിൽ നിന്ന് ഈ പേഴ്സൺ അറിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകെയാണ് നിങ്ങളുടെ പേഴ്സൺ നടക്കുന്നത്. അപ്പോൾ നോ കോണ്ടാക്റ്റിലല്ലെങ്കിലും അപ്പോൾ നിങ്ങളോടത് സംസാരിക്കുന്നില്ല, നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുകയാണ്. നിങ്ങൾക്കറിയാം എന്തോ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന്, പക്ഷെ ഇത് ശരിക്കുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല. ഇതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. പൈസ ആവശ്യമുണ്ട്, കാരണം ഈ ക്രിയകൾ ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ പൈസ വേണം ഈ പേഴ്സണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പൈസ മാറ്റി വെക്കുന്നത് ഈ പേഴ്സൺ. അപ്പം നമുക്കൊരു ഒബ്സഷൻ ഒരു സാധനത്തിലേക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെയാണ് പോകുന്നത്. അപ്പോൾ ഈ പേഴ്സൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല, ഇപ്പോൾ വിചാരിക്കുന്ന കാര്യം നേടിയെടുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടുള്ള ഒരു ഇതിലാണ് ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്യാൻസർ ഇത്രയും അന്ധവിശ്വാസമൊക്കെ ഉള്ള ഒരാളെ പോലെയാണ് കാണിക്കുന്നത്. ടോറസ് ലിബ്ര പറഞ്ഞു, സ്കോർപ്പിയോ പറഞ്ഞു, കുറച്ച് പണിയുള്ള സിറ്റുവേഷനാണ്. ഇപ്പം ഇതൊരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയുന്ന പോലെ. ഇപ്പം എല്ലാവർക്കും പൊതുവെ ഇപ്പം എല്ലാവർക്കും പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പം അതിൻ്റെ പുറകെയൊക്കെ ഒരു ഓട്ടം കാണിക്കുന്നുണ്ട്. എന്തായാലും രണ്ടാമത്തെ കാർഡ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ മാനസിക നില എന്താണ് എന്നാണ് കാണിക്കുന്നത്. സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. ഇത് ഈ പേഴ്സൺ ഒരു റീകൺസിലിയേഷന് ട്രൈ ചെയ്യുന്ന പോലെ. നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഇത് ഞാൻ ആദ്യം എടുത്തു, ഓറക്കിൾ മെസ്സേജ് നോക്കുന്നതിന് ക്ഷമിക്കണം, പെട്ടെന്നൊരു ഇതിൽ വന്നതാണ്. നമുക്ക് എന്തായാലും ഓറക്കിൾ മെസ്സേജ് നോക്കാം. അപ്പോൾ സ്റ്റാർ കാർഡാണ് ഒരു വഴികാട്ടി, അല്ലെങ്കിൽ വളരെയധികം ഒരു റീകൺസിലിയേഷൻ, ഒരു എന്താ പറയുക, ഉറങ്ങിക്കിടക്കുന്ന ഒരു റിലേഷൻഷിപ്പിനെ ഉയർത്തി കൊണ്ടുവരിക, അല്ലെങ്കിൽ പണ്ടേയുള്ള മനസ്സിലുള്ള കുറേ മോഹങ്ങൾ അത് അടച്ചു പൂട്ടി വെച്ചിരുന്നത് അത് രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുക, അത് പ്രാവർത്തികമാക്കുക. അത് ബിസിനസ്സായിരിക്കാം, എന്തെങ്കിലും പ്രോജക്റ്റ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, എന്തുമായിരിക്കാം. ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ഭവാനി. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തന്നെ ഭവാനി. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തന്നെ ഭവാനി. ഈ പൂച്ചക്കുട്ടി ഞാനിപ്പോൾ എപ്പോൾ റീഡിങ് എടുക്കുമ്പോഴും അവനിവിടെ വന്ന് ഇങ്ങനെ കിടക്കും. ഒരു ശല്യവും ഇല്ല കേട്ടോ അവനെ കൊണ്ട്. അവനിങ്ങനെ ഉറങ്ങുകയാണ്, എൻ്റെ അടുത്തിരുന്ന് ഉറങ്ങുവാണ്. ഭവാനി കറക്റ്റായിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരുന്നു. പൂച്ച നല്ല എനർജിയാണെന്ന് പറയും, നെഗറ്റീവ് എനർജീസിന് അത് മാറ്റിക്കളയും. അവൻ ഇരിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. അവനൊരു പ്രശ്നമില്ലാത്ത പൂച്ചക്കുട്ടിയാണ്. പിൻറ്റാന്ന് അവൻ്റെ പേര്. ഭവാനി രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് തരുന്നേ ഭവാനി. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് തരുന്നേ ഭവാനി. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് ഭവാനി. ഓം എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രം ജപിക്കണമെന്ന് പറയുന്നുണ്ട്. അത് മൈൻഡിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഓം നമ്മൾ ജപിക്കുന്നത്. നമ്മൾ ഓം എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ബ്രെയിൻ, ശരീരം മൊത്തം ഒരു പ്രകമ്പനം ഉണ്ടാക്കും.
ആ വാക്ക്, അപ്പോൾ ആ മന്ത്രം, അപ്പോൾ അത് പറയണമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യങ്ങളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇപ്പം നടക്കുന്നില്ല എന്നാണെങ്കിൽ, അതിന് തടസ്സമുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാനുള്ള സമയമായിട്ടില്ല എന്നാണ് പറയുന്നത്. മൂന്നാമത്തത്, ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലമാണെന്ന് പറയുന്നുണ്ട് മൂന്നാമത്തെ കാർഡ്. നാലാമത്തെ കാർഡ് പറയുന്നത് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേ നെഗറ്റീവായിട്ടുള്ള ചിന്തകളുണ്ട്, മനസ്സിലായോ? അപ്പോൾ അതിന് നിങ്ങൾ പ്രശ്നങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഈ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് എൻ്റെ ജീവിതത്തിലൊന്നും നല്ലത് നടക്കില്ല, എപ്പോഴും എനിക്ക് ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കാതെ നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ കാണുക. നമ്മൾ കാലത്തെ എഴുന്നേൽക്കുന്നുണ്ട്, എത്രയോ പേര് ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ഉറക്കത്തിലൂടെ തന്നെ ഈ ജീവിതം വിട്ടു പോകുന്നുണ്ടല്ലേ. അതൊക്കെ ഒരു അനുഗ്രഹമാണ്. നമ്മൾ കാലത്തെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഭാതം നമ്മൾക്ക് കാണാൻ കഴിയുക, അത് ലിറ്ററലിയും അല്ലാതെയും എന്ന് വെച്ചാൽ നമ്മൾക്ക് കണ്ണ് തുറന്ന് കാണാൻ കഴിയുക എന്നതും എത്രയോ കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരം വെളുക്കുമ്പോൾ കോട്ടുവായിട്ട് എഴുന്നേൽക്കുന്നു അല്ലേ, പുതിയൊരു ദിവസത്തിലേക്ക്. അതൊക്കെ വലിയ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ. അപ്പം നമ്മുടെ ജീവിതത്തിന് മുമ്പേ വേറെ എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ഇതൊക്കെ എന്തൊരു അനുഗ്രഹം എന്നറിയാമോ? അപ്പോൾ അതൊക്കെ നമ്മൾ ഓർക്കുക. അപ്പോൾ പോസിറ്റീവ് കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. പ്രശ്നങ്ങളുണ്ടാവും, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങൾ, ഏത് ജീവിക്കുകയാണെങ്കിലും പ്രശ്നമുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു സിറ്റുവേഷനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ഒരു ചിന്തയിലാണ്, അതിനുള്ള ഒരു ഓട്ടത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ. ആ ഒരു മാനസികാവസ്ഥയിലാണ് പേഴ്സൺ. നോക്കാം, നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇത് അക്വേറിയസ് സോഡിയാക് സൈൻ ആണ്. സ്റ്റാർ കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു വഴികാട്ടിയും കൂടിയാണ്. പുതിയൊരു ട്യൂഷൻ സെൻറ്ററോ പുതിയൊരു കോച്ചിങ് സെൻറ്ററോ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ. ഈ അക്വേറിയസ് സോഡിയാക് സൈൻ വിദ്യാഭ്യാസത്തിൻ്റെയാണ്. അവർ പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ എപ്പോഴും അവർ നോളജിന് വേണ്ടിയിട്ട് ഓടുന്ന ആളുകളാണ്. വെള്ളം നോളജായിട്ടും ഓർമ്മയായിട്ടുമാണ് വെള്ളം പറയുന്നത്. അപ്പോൾ നമ്മൾ മോട്ടിവേഷനിലൊക്കെ കേൾക്കാം, വെള്ളം വെച്ച് പ്രാർത്ഥിച്ച് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യം നടക്കും എന്നൊക്കെ പറയും. അപ്പോൾ വെള്ളത്തിന് ഭയങ്കര ശക്തിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചവെള്ളം, മനസ്സിലായി, പ്രകൃതിയിലെ വെള്ളം. അപ്പോൾ ഈ അക്വേറിയസ് ആളുകൾ ഭയങ്കരമായിട്ടുള്ള ജ്ഞാനമുള്ളവരാണ്, ഭയങ്കര അറിവുള്ളവരാണ്, അറിവിനോട് ആർത്തിയുള്ളവരാണ്. വേറെ കാര്യങ്ങൾക്കല്ല അവർക്ക് ആർത്തി. അവർക്ക് പ്രശസ്തി വേണ്ട, പണം ചിലപ്പോൾ വേണം, അത്യാവശ്യത്തിന് വേണം പണം. പക്ഷെ പണത്തിൻ്റെ പുറകെ അങ്ങനെ ഓടുന്നത് അല്ലെങ്കിൽ അവരുടെ സോഡിയാക്സിൽ വേറെ ഏതെങ്കിലും ഒരു പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് ഉള്ളപ്പോഴാണ് അക്വേറിയസ് പണത്തിനോട് ആർത്തിയുള്ളവരായിട്ട് മാറുക. അല്ലെങ്കിൽ അവർക്ക് ജ്ഞാനത്തിനോടുള്ള ആർത്തി, അറിവ് പകർന്നു കൊടുക്കുകയും അറിവ് നേടുകയും അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പണത്തിന് ഇതൊരു അബാൻഡൻമെൻറ്റ് പോലെയാണ്. അപ്പോൾ ഒരു വഴക്ക് ഒഴിവാക്കാനായിട്ട് ഒരു സിറ്റുവേഷൻ, ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലേക്ക് പോകുന്ന ഒരു കാര്യം, അത് പോയി കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു സിറ്റുവേഷൻ അവസാനിക്കും. അത് പണം നഷ്ടമാവാനും വഴിയുണ്ട്, ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെ നഷ്ടമാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു വഴക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റീകൺസിലിയേഷന് ഇതിനെ ട്രൈ ചെയ്യാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ കുറേ നാളായിട്ടുള്ളൊരു പ്രശ്നമായിരിക്കാം, അത് കംപ്ലീറ്റായിട്ട് അറ്റുപോകാതിരിക്കാനായിട്ട് അതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, അത് തിരിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അത് കംപ്ലീറ്റായിട്ട് അറ്റുപോകാതിരിക്കാൻ, ആ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റായിട്ട് വിട്ടുപോകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നത്. ഈ 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തള്ളിപ്പറയുക, ഉപേക്ഷിക്കുക, അതൊക്കെയാണ്. അപ്പോൾ 2 5 ആണ് കാണിക്കുന്നത്. 5 എന്ന് പറഞ്ഞാൽ ചേഞ്ചാണ്. നമ്പർ 5 ചേഞ്ചാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരാൻ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ജീവിതം പോലെയല്ല, ഇനി ഒരു വ്യത്യാസം നിങ്ങളുടെ പേഴ്സൺ കൊണ്ടുവരാൻ
ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരു മൂവ്മെൻറ്റിനായിരിക്കും. ഒരു വ്യത്യാസം വേണം, ബോറടി എന്തുമാവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇപ്പം എന്താണ് നടക്കുന്നത്? നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിൽ ഇപ്പം എന്താണ് നടക്കുന്നത്? എയർ സയൻസിന് പൊതുവേ അവർ പെട്ടെന്ന് അക്വേറിയസ്, ലീബ്ര, ജെമിനി പൊതുവേ അവർക്ക് പെട്ടെന്ന് ബോറടിക്കുന്ന ആളുകളാണ്. എയർ സൈനാണ്, വായു പോലെയാണ്, എപ്പോഴും ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ആളുകളാണ്. ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ് അവർ. ഒരാളുടെ സോഡിയാക് സൈൻ പറയുമ്പോൾ അത് അയാളുടെ സൺ സൈനിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വേറെ പ്ലാനറ്റ്സിൽ വേറെ സോഡിയാക് സൈൻസ് ആയിരിക്കും, മനസ്സിലായി? അപ്പോൾ വീനസ് അതിൽ ഏത് സോഡിയാക് സൈൻ, വീനസ് ഏത് സോഡിയാക് സൈനിലാണ്, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, നമ്മളുടെ എന്താണ് പറയുന്നത്, പല സിറ്റുവേഷൻ നമ്മളെ ജാതകം എടുത്ത് നോക്കുമ്പോൾ അറിയാം. അപ്പോൾ അതെല്ലാം പല സോഡിയാക് സൈൻസും പല പ്ലാനറ്റ്സിലാണ്. അപ്പോൾ അതെല്ലാം കൂടിയിട്ടാണ് ഒരാളുടെ മുഴുവനായ ക്യാരക്ടർ വരുന്നത്. ഇത് സോഡിയാക് സൈൻ, സൺ സൈൻ മാത്രം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ജനറൽ റീഡിങ് എടുക്കുമ്പോൾ അത്ര ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യരുതെന്ന് പറയുന്നത്, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇപ്പം എന്താണ് നടക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിൽ ഇപ്പം എന്താണ് നടക്കുന്നത്? ഒരു ചേഞ്ച് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അടുത്ത കാർഡ് ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ്. ഇത് രണ്ടും ചേഞ്ചിനുള്ള സിറ്റുവേഷനാണ്. കർമ്മഫലം കൊണ്ട് ജീവിതത്തിൽ വ്യത്യാസം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം വരാൻ പോകുന്നുണ്ട്. പക്ഷേ ഈ വ്യത്യാസത്തിന് ഈ പേഴ്സൺ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. വേണ്ട, എനിക്ക് ഈ പോണ പോലെ ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ആ ചേഞ്ച് വേണ്ട, അല്ലെങ്കിൽ ആ ചേഞ്ചിന്, ആ പഴയ സിറ്റുവേഷനിലേക്ക് പിടിച്ചു നിൽക്കുന്ന ആ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്നത് പോലെയും ഈ പേഴ്സണെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കാണിക്കുന്നത് ഈ പേഴ്സൺ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നു. പക്ഷെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇല്ല, ഈ പേഴ്സൺ ചേഞ്ച് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ കാണിച്ചതും അത് തന്നെയാണ്. പേഴ്സൺ ഒരു അറ്റ് പോകാൻ പോകുന്ന ഒരു സിറ്റുവേഷന് ഈ പേഴ്സൺ പിടിച്ചു നിർത്താൻ നോക്കുകയാണ്, ഒരു റീകൺസിലിയേഷനിൽ കൂടെ അതിനെ പുനർജനിപ്പിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്നത് ഈ പേഴ്സൺ ഈ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ചേഞ്ച് നിങ്ങളുടെ പേഴ്സണിൻ്റെ ജീവിതത്തിൽ ഇന്നെവിറ്റബിൾ ആണ്. ഇത് ഈ പേഴ്സണ് ഒഴിവാക്കാൻ പറ്റാത്ത ചേഞ്ചാണ്. ഇത് ഈ പേഴ്സണിൻ്റെ കർമ്മഫലം കൊണ്ട് വരുന്ന ചേഞ്ചാണ്. എന്തോ കർമ്മം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഒരു വ്യത്യാസമാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഈ വ്യത്യാസങ്ങൾ വരുമ്പോൾ പേഴ്സൺ പ്രതീക്ഷിക്കാതെയാണ് ഓരോ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നത്. ഇത് കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ശരിക്കും നിങ്ങളുടെ പേഴ്സൺ. എന്ത് ചെയ്യണം എന്നറിയില്ല. ചിലപ്പോൾ കൈവിട്ട കളിയായിരിക്കും. ഒരു കാര്യം ചെയ്തിട്ട് അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്ത് അതവിടെ കിടന്നോട്ടെ എന്ന് പറയും. നമ്മൾ അത് ഇല്ലാതാവാതിരിക്കാൻ നമ്മൾ നോക്കിയില്ല, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരാൾ കുറേ നാളായിട്ട് പറയുന്നുണ്ട് നമുക്ക് ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല, എനിക്കിവിടെ മീൻസ് എനിക്ക് മുമ്പോട്ട് പോകാൻ ആഗ്രഹമില്ല എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ അത് സീരിയസ് ആയിട്ട് എടുക്കാതെ അതങ്ങനെയൊക്കെ പറയാം, അവിടെ കിടന്നോളും എന്നൊരു ചിന്തയിലായിരുന്നു. പക്ഷേ ആ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പേഴ്സൺ വിടുന്നില്ല, ആ ചേഞ്ച് വരാൻ സമ്മതിക്കുന്നില്ല. പക്ഷേ ഈ പേഴ്സണിൻ്റെ പെരുമാറ്റം കൊണ്ട് ആ ചേഞ്ച് എന്തായാലും ജീവിതത്തിലേക്ക് വരികയാണ്. അത് ഈ പേഴ്സൺ റെസിസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ് ഈ പേഴ്സൺ. ഫൈനൽ കാർഡ് എന്താണ്? ഹാങ്ഡ് മാൻ. ഈ പേഴ്സൺ ഈ സിറ്റുവേഷനിൽ തന്നെ സ്റ്റക്കായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ സിറ്റുവേഷൻ അവസാനം ഈ പേഴ്സൺ ഇപ്പോൾ ഇതിങ്ങനെ ഭയങ്കര കൺഫ്യൂഷനിലാണ്, സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നു. അവസാനം ഈ പേഴ്സൺ ആ സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ മാക്സിമം ട്രൈ ചെയ്തു ഇത് പോകാതിരിക്കാൻ. പക്ഷെ അവസാനം ഇത് പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ആകട്ടെ, ഞാൻ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷേ ഇവിടെ ഒരു സൊല്യൂഷനും കാണുന്നില്ല, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇനി എന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്യുകയാണ് ഈ പേഴ്സൺ. ഇനി വേറൊരു പേഴ്സ്പെക്റ്റീവ് കൊണ്ടുവരണം. അപ്പോൾ ബേസിക്കലി നിങ്ങളുടെ പേഴ്സൺ ചേഞ്ച് ആഗ്രഹിക്കാത്ത ഒരാളാണ്. പക്ഷേ ജീവിതത്തിൽ ചേഞ്ച് വന്നാൽ പിന്നെ ആ ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇനി അടുത്തത് എന്ത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ
ഒരു സാധനം വരാതിരിക്കാൻ റെസിസ്റ്റ് ചെയ്യെങ്കിൽ അത് വന്ന് ഈ പേഴ്സൺ ചെയ്തതെന്നൊന്നും അപ്പുറം ഇത് വന്ന് കഴിഞ്ഞാൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അതാണ് പൈസസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ. ഓക്കെ. അപ്പോൾ എന്തോ ഒരു വലിയൊരു ചേഞ്ച് നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുണ്ട് ജീവിതത്തിൽ. നിങ്ങൾ ഇതൊന്നും അറിയിക്കാത്ത എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പേഴ്സൺ ഇതൊന്നും നിങ്ങളെ അറിയിക്കാത്ത എന്തുകൊണ്ടാണ്? ഈ പേഴ്സണ് തന്നെ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് വന്നത്, ഇത് ഇത്രയും ഇങ്ങനെ വഷളായത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊന്നും ഈ പേഴ്സണ് അറിയില്ല. അപ്പോൾ പേഴ്സൺ ഇതൊന്ന് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം ഇത് വന്നത്? അപ്പോൾ സിറ്റുവേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഈ പേഴ്സൺ വിട്ട് കളഞ്ഞിട്ടില്ല സിറ്റുവേഷന്. ഈ പേഴ്സൺ ഇവിടെ ഒരു തിരിച്ചറിവ് വേണം. എന്തുകൊണ്ടാണ്, ഇപ്പോൾ അനലൈസ് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ സിറ്റുവേഷൻ ഇങ്ങനെ വന്നത്, ഇതെങ്ങനെ ഇത്രയും വഷളായി, ഇതാണ്. അപ്പോൾ ഇവിടെ ക്വിക്കായിട്ട് ആക്ഷൻ, ഇതൊന്ന് സെറ്റിലാക്കണം, അല്ലെങ്കിൽ ഇതൊരു റിക്കവറിയിലേക്ക് പോകണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. എല്ലാം വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അതെല്ലാം ഈ പേഴ്സൻ്റെ പ്ലാനിങ് ഇല്ലായ്മ കൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ എന്താ പറയുക, ഒരു വർഷം ഫൈനൽ എക്സാമിൻ്റെ സമയത്ത് ഒരു വർഷം പഠിപ്പിച്ചത് മുഴുവനും ഒറ്റ രാത്രി കൊണ്ട് പഠിച്ചെടുത്ത് പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് പോകുന്ന പോലെയാണ്. അതുവരെ ഒന്നും ചെയ്തില്ല, അതുവരെ ഒന്നും നോക്കിയില്ല, എന്തൊക്കെയാണ് ക്ലാസ്സിൽ പഠിപ്പിച്ചതെന്ന് ഓർത്തെടുക്കാൻ നിന്നില്ല, ഒന്നുമില്ല, ട്രയൽ ഒന്നും നോക്കിയില്ല. പരീക്ഷ സമയത്ത് ഒരു വെപ്രാളം, ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൺ. ഇതിപ്പം മനസ്സിലായോ? ആ ഒരു ഇതാണ്. അപ്പോൾ മിക്ക കാര്യങ്ങളും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇത്രയും ഇങ്ങനെയായി, ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ പഠിച്ചെടുക്കും, ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ തലയിൽ കയറ്റും, ആകെ കൂടെ ഒരു കൺഫ്യൂഷനാണ്. പരീക്ഷ മാറ്റിവെക്കുകയില്ല, മനസ്സിലായി, പരീക്ഷ എഴുതിയേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. ഈ ഒരു സിറ്റുവേഷനെ പേഴ്സൺ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. പേഴ്സൺ വർഷങ്ങളായിട്ട് ഇപ്പോൾ തുടർന്നുകൊണ്ടിരുന്ന ഒരു കാര്യം അതിനെ അവഗണിച്ച് അവസാനം ആ സംഭവം നടക്കാൻ പോകുമ്പോൾ ഒരു വെപ്രാളത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുകയാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളോട് പറയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് നിങ്ങൾ പല പ്രാവശ്യം ഈ പേഴ്സൻ്റെ ശ്രദ്ധയിലേക്ക് ഈ സിറ്റുവേഷൻ, ചിലപ്പോൾ നിങ്ങളായിട്ടുള്ള പ്രശ്നമായിരിക്കില്ല, വേറെ ആരെങ്കിലുമായിട്ടോ ഫാമിലി ആയിട്ടോ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പല പ്രാവശ്യം ഈ പേഴ്സൻ്റെ ശ്രദ്ധയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ചെങ്കിലും ഈ പേഴ്സൺ അതിന് ചെവി കൊണ്ടില്ല. സമയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു വെപ്രാളമാണ്, എന്ത് ചെയ്യണം എന്നൊരു പിടുത്തമില്ല, ഇനി എന്താണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷൻ, ഈ വെപ്രാളം നിങ്ങളോട് പറയുന്നില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഇങ്ങനെ ആകുമെന്ന്. അതിനെക്കുറിച്ച് നിങ്ങൾ ഈ പേഴ്സണോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ചെവി കൊള്ളാതിരുന്നതാണ്. അപ്പോൾ ഇപ്പം നിങ്ങളോട് വന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു റിയാക്ഷൻ ആയിരിക്കും, റെസ്പോൺസ് ആയിരിക്കില്ല നിങ്ങളുടെ സൈഡിൽ നിന്ന്. അതുകൊണ്ടാണ് നിങ്ങളോടൊന്നും പറയാത്തത്. എന്താണ് ഇവിടെ വരാൻ പോകുന്നത്? ഈ പേഴ്സൺ ഇപ്പോൾ ഭയങ്കര ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആണ് പേഴ്സൺ. അപ്പോൾ ഇമോഷണൽ ബാലൻസ് തിരിച്ചെടുക്കും ഈ പേഴ്സൺ. അതുപോലെ കുറച്ചൊക്കെ ഒരു ഡിസിപ്ലിൻഡ് ആവും. ഇതൊരു വലിയൊരു അനുഭവമായിരിക്കും. ഈ വരാൻ പോകുന്ന ചേഞ്ച് ഈ പേഴ്സൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ്. ഇതിൽ നിന്ന് കുറേ പാഠങ്ങൾ പഠിക്കും ഈ പേഴ്സൺ. കുറച്ചും കൂടെ ഡിസിപ്ലിനൊക്കെ ഈ പേഴ്സൻ്റെ ജീവിതത്തിലേക്ക് വരും. പിന്നെ കുറച്ചും കൂടെ ഇമോഷൻസൊക്കെ കാണിക്കാൻ തുടങ്ങും, മനസ്സിലാവും. ചിലരുണ്ട് നമ്മളെ വിവാഹം കഴിച്ചാലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു സപ്പോർട്ടും തരാത്ത, ഒരു ഇമോഷൻസ് കാണിക്കാത്ത, നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടാത്ത ചില റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്, മനസ്സിലായി, അവഗണിക്കപ്പെടുന്ന കുറേ പേര്. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഈ പേഴ്സൺ സ്നേഹിക്കാൻ പഠിക്കും. ഇമോഷൻസ് കാണിക്കാനും ഇമോഷൻസ് കൊടുക്കാനും വാങ്ങിക്കാനും ഈ പേഴ്സൺ പഠിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സൺ മറ്റുള്ളവരുടെ വേർത്തും മനസ്സിലാക്കും. കുറച്ചും കൂടെ ജോലിയിലൊക്കെ കുറച്ചും കൂടെ സീരിയസ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ ഈ പേഴ്സൻ്റെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ശരിക്കും സക്സസ് അല്ല എന്നൊരു തിരിച്ചറിവ് ഈ പേഴ്സണ് വരും. അപ്പോൾ ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് ഇനിയുള്ള ജീവിതം, മുമ്പോട്ടുള്ള ജീവിതം ഇത് വന്നേ തീരുള്ളൂ. അതുകൊണ്ടാണ് കർമ്മഫലം എന്ന് കാണിച്ചത്. അപ്പോൾ ഈ സിറ്റുവേഷൻ വന്ന് പോകും. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സോഡിയാക് സൈൻസ് ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ.
പിന്നെ ടോറസ് ലിയോ അക്വേറിയസ് സ്കോർപ്പിയോ ഫിക്സ് സൈൻ സ്പൈസീസ് സ്കോർപ്പിയോ ഇത്രയും സോഡിയാക് സൈനാണ് വൺ. പിന്നെ ഇവിടെ അക്വേറിയസും കാണിക്കുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ കാർഡ് എടുത്തവരുടെ പേഴ്സണിൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഓറക്കിൾ മെസ്സേജ് നോക്കാം. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. അച്ചോ, ലാപ്പിൻ്റെ കൂടെ ചവിട്ടരുത്. അച്ചോ, ദൈവത്തിനോടുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആത്മാർത്ഥമായ പ്രാർത്ഥന, വിശ്വാസത്തോടുള്ള പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, കാലത്ത് നാമം ജപിക്കണം, ഉച്ചയ്ക്കല വൈകുന്നേരം വിളക്ക് വെച്ചാൽ നാമം ജപിക്കണം. പക്ഷെ അതൊക്കെ വിശ്വാസത്തോടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? നമ്മൾ ശീലിപ്പിച്ചിട്ടുണ്ട്, നമ്മളൊരു ചടങ്ങ് പോലെ ചെയ്യുന്നത്. അങ്ങനെ പാടില്ല. നമ്മൾ എന്ത് പ്രാർത്ഥിക്കുമ്പോഴും വിശ്വാസത്തോടെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കണം എന്ന് പറയും. ഓക്കെ, നമുക്ക് കോൺസെൻട്രേഷൻ അത്ര ഒരു സെക്കൻഡ് പെട്ടെന്ന് നമ്മൾ മനസ്സിൽ പല കാര്യങ്ങൾ വരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും. അത് കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ മനുഷ്യരല്ലേ. പക്ഷേ ഇത്തിരി നേരം ഒരു കണക്ഷൻ വെക്കുക ദൈവത്തോട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നോ പറയേണ്ട സമയത്ത് നോ പറയണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എടുത്താൽ പൊങ്ങാത്ത റെസ്പോൺസിബിലിറ്റി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും മുമ്പോട്ട് പോകുമ്പോൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ സ്ട്രെസ്സാണ്, ഭയങ്കര സ്ട്രെസ്സിലാണ് നിങ്ങളുടെ പേഴ്സൺ. ഉറക്കമില്ലായ്മ, എന്തോ ഒരു കാര്യം ഈ നിങ്ങളുടെ പേഴ്സണെ അലട്ടുന്നുണ്ട്. ഇത് അക്വേറിയസ്, ലീബ്ര, ജെമിനി, സോഡിയാക് സൈൻ ആണ്. വളരെ 9 ഓഫ് സ്വേർഡ്സ് ആണിത്. അപ്പോൾ എന്തോ ഒരു 9 കഴിഞ്ഞാൽ 10 ആണ് കംപ്ലീഷൻ. അപ്പോൾ എന്തോ ഒരു വളരെ സ്ട്രോങ് ആയ സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. ഭയങ്കരമായ സ്ട്രെസ്സിൽ കൂടെയാണ് പോകുന്നത് ഈ പേഴ്സൺ കേട്ടോ. ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം നമുക്ക്. ജസ്റ്റിസ്, വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഈ പേഴ്സൺ ഫോളോ ചെയ്യുന്ന എന്തോ ഒരു കേസ്. അപ്പോൾ ചിലപ്പോൾ ഒരു അതിർത്തി തർക്കം, അല്ലെങ്കിൽ എന്തെങ്കിലും ഏതോ ഒരു കേസാണ് ഇവിടെ കാണിക്കുന്നത്. ഈ പേഴ്സൺ വളരെ പാഷനറ്റ് ആയിട്ട് ആ കേസിൻ്റെ പുറകെ നടക്കുകയാണ്. പക്ഷേ ആ പേഴ്സണ് ഇതിൽ സക്സസ്ഫുൾ ആകാൻ പറ്റുമോ? കേസ് വിജയിക്കുമോ? ഇതൊരു കേസാണത്, ജസ്റ്റിസ്. ഈ കേസ് വിജയിക്കുമോ എന്ന കാര്യത്തിൽ ഈ പേഴ്സൺ ഒരു സംശയമുണ്ട്. പക്ഷെ മാക്സിമം ട്രൈ ചെയ്യുന്നു. ചിലർ വീട് വിറ്റ് വരെ കേസ് നടത്തുന്നവരുണ്ട്. ചില സമയത്ത് അതിൻ്റെ വാശിയായിരിക്കും. ഇത് പക്ഷേ വളരെ പാഷനാണ് ഈ പേഴ്സണ് ഈ കേസ്. അപ്പോൾ എന്തോ ഒരു കേസ് നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ചിലപ്പോൾ പ്രോപ്പർട്ടി ആയിരിക്കാം. എന്നുവെച്ചാൽ വീതം വെച്ചപ്പോൾ പേഴ്സണ് കിട്ടുന്നതിൽ കുറഞ്ഞു പോവുകയോ അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതിനുവേണ്ടി കേസ് നടത്തുന്നുണ്ട് ഈ പേഴ്സൺ. വളരെ താല്പര്യത്തോടെ ആ കേസിന് പുറകെയാണ് ഈ പേഴ്സൺ കേട്ടോ. ഇവിടെ ലീബ്ര, സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ന്യായം നേടിയെടുക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ ചിലപ്പോൾ ഈ പേഴ്സൺ ഒരു വക്കീലുമാവാം. എന്തെങ്കിലും ഒരു വലിയൊരു കേസ് ഈ പേഴ്സൺ വാദിക്കാനുണ്ടാവാം. ഇവരുടെ ജീവിതത്തിൽ ശരിക്കും ഇപ്പോൾ എന്താണ് നടക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിൽ ഇപ്പോൾ എന്താ നടക്കുന്നത്? കൃത്യം 4 കാർഡ്. പേഴ്സൺ ഓവർലി ഇമോഷണലാണ്. അപ്പോൾ ഈ പേഴ്സൺ ഈ ഒരു സ്ട്രെസ്സ് ആ പേഴ്സണിൻ്റെ പെരുമാറ്റത്തിലും കാണുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഭയങ്കര സ്ട്രെസ്സാകുമ്പോൾ ചിലർ അത് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു പെഗ്ഗടിക്കാൻ പോവുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോവുക, അങ്ങനത്തെ ഒരു. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഒരു എന്താ പറയുക,
ഈ പേഴ്സൺ മറ്റുള്ളവരോട് ഈ പേഴ്സൺ ഇപ്പോൾ ഏത് സിറ്റുവേഷനിൽ അതിനെക്കുറിച്ച് വളരെയധികം അനാവശ്യം പറയുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. എവിടെ പോയാലും ഇതിനെക്കുറിച്ച് ഗോസിപ്പ് പറയുന്നുണ്ട്, ഒരു റൂമർ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇത് ഒരു ഡിവോഴ്സ് കേസുമാണോ എന്നൊരു സംശയം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഷാറ്റേർഡ് ഡ്രീംസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. 10 ഓഫ് കപ്സ് റിവേഴ്സ് എന്ന് വെച്ചാൽ വളരെ സന്തോഷകരമായിരുന്ന ഒരു ജീവിതം നശിച്ചു പോയ പോലെ, എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ ഒരു കാര്യത്തിനെ ചൂസ് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ ഫോഴ്സ് ചെയ്യപ്പെടുന്നുണ്ട്. മനസ്സിലായോ? അതുകൊണ്ടും കൂടിയിട്ടാണ് ഈ പേഴ്സണ് സ്ട്രെസ്. അപ്പോൾ ഇതൊരു അതിർത്തി തർക്കം, അത് ചിലർക്കാവാം, ചിലർക്ക് ഇതൊരു ഡിവോഴ്സിൻ്റെ സിറ്റുവേഷനും കൂടി ആവാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഭയങ്കര ഓവറായിട്ട് ഇമോഷണലാണ്. അത് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടുമാകാം. 3 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടുമാകാം ഒരു റിലേഷൻഷിപ്പ് ഡിവോഴ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യണോ, നിങ്ങൾ തേർഡ് പാർട്ടി ആണെങ്കിൽ നിങ്ങളെ ചൂസ് ചെയ്യണോ, അത് ആ പേഴ്സൻ്റെ കറണ്ട് പാർട്ട്ണറെ ചൂസ് ചെയ്യണോ, അല്ലെങ്കിൽ കറണ്ട് പാർട്ട്ണർ നിങ്ങളാണെങ്കിൽ നിങ്ങളെ ചൂസ് ചെയ്യണോ തേർഡ് പാർട്ടി ചൂസ് ചെയ്യണോ എന്നൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലുണ്ട്. അത് പേഴ്സൺ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് അങ്ങനെ ഒരു ചോയ്സ് എടുക്കാനായിട്ട്. അപ്പോൾ പേഴ്സൺ അതിൻ്റേതായ സ്ട്രെസ്, പേഴ്സൺ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വന്ന് കയറുമെന്ന് ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇതൊരു വലിയൊരു സിറ്റുവേഷനിലേക്ക് പോയി, കൈവിട്ട കളിയായിപ്പോയി. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു ഇത് കണ്ട് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ലീബ്ര മാത്രമേ കാണിക്കുന്നുള്ളൂ സോഡിയാക് സൈൻ. എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇതൊന്നും പറയാത്തതെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഭയങ്കര സ്ട്രെസ്സിലാണ്, അല്ലെങ്കിൽ ഉള്ളിലുള്ള നിങ്ങളോട് ഭയങ്കര സ്നേഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് ഭയങ്കര നിങ്ങളുടെ കൂടെ നിൽക്കണമെന്ന്, അതുകൊണ്ടാണ് പാഷനറ്റ് ആയിട്ടുള്ളത് കാണിക്കുന്നത്. അപ്പോൾ പാഷൻ വളരെയധികം ആഗ്രഹിച്ച് കിട്ടിയ ഒരു ജീവിതം അത് നശിച്ചു പോകുന്ന ഒരു ഡിവോഴ്സിലേക്ക് പോകുന്നതിൽ ഈ പേഴ്സണ് വളരെയധികം സ്ട്രെസ് ഉണ്ട്, സങ്കടമുണ്ട്, വളരെ ബാഡ് സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ. അപ്പോൾ അത് പക്ഷെ നിങ്ങളോട് പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് നിങ്ങളോട് പറയാത്തത്? പാനിക്കാണ് എന്നുവെച്ചാൽ വളരെ പാനിക് എന്ന് പറഞ്ഞൊരു വെപ്രാളം എന്ന് പറയില്ലേ, ആ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ. അപ്പോൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കാത്തതെന്നാണ് പറയുന്നത്. ഈ കാഴ്ച കണ്ടോ, എടുക്കുമ്പോഴത്തേക്കിനെ പ്ലക്കളായി പോകുന്നത് കണ്ടോ, ചിലത് വീഴുന്നു, ചിലത് മൊത്തത്തിൽ അങ്ങ് തെറിച്ച് വരുന്നു, അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. ആ പേഴ്സൻ്റെ എനർജി ഭയങ്കര സ്ട്രെസ്സിലാണ്. ഓക്കെ, ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് ക്ഷമ ചോദിക്കണം എന്നുണ്ട്. നിങ്ങളുടെ ഒരു എന്താ പറയുക ഫോർഗിവ്നെസ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ചെയ്തത് തെറ്റാണെന്ന് ഈ പേഴ്സൺ അറിയാം, പക്ഷേ വൈകിപ്പോയോ, ഇനി ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമുണ്ടോ, എന്തെങ്കിലും വ്യത്യാസം, ഞാൻ പറഞ്ഞ് ക്ഷമ ചോദിച്ചാൽ ഇവിടെ എന്തെങ്കിലും കാര്യം നടക്കുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ട്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളോട് ഇതൊന്നും പറയാതിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കാനായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലും കൂടിയാണ്. മനസ്സിലായോ? ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് വേണം, അതും കൂടി ഉണ്ട് ഈ പേഴ്സണ്. അപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് വേണ്ടി ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഒരു ചോയ്സ് എടുക്കും. 2 പ്രാവശ്യം ചോയ്സ്, നമ്പർ 2ൻ്റെ കാർഡ് വന്നിട്ടുണ്ട് വെച്ചാൽ 2 ഓഫ് സ്വേർഡ്സും വന്നിട്ടുണ്ട്, 2 ഓഫ് വാൻഡ്സും. ചോയ്സസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഏത് ചോയ്സ് എടുക്കണം എന്ന് ഈ പേഴ്സൺ അറിയില്ല. ഓക്കെ, ചിലപ്പോൾ ഒരാൾ എബ്രോഡിൽ വർക്ക് ചെയ്യാൻ പോകുന്നത് അയാളുടെ കൂടെയുള്ള ആൾക്ക് ഇഷ്ടമല്ലായിരിക്കാം. അപ്പോൾ അതിനെതിരായിട്ട് ജോലി ചെയ്തേ പറ്റുള്ളൂ എന്ന തീരുമാനത്തിൽ മുമ്പോട്ട് പോയപ്പോൾ എന്നാൽ ഈ റിലേഷൻഷിപ്പ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് ഒറ്റ വാശിക്ക് പറഞ്ഞിട്ട്, മനസ്സിലായോ, അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഒരാൾ ജോലി നോക്കാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണോ നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്നത്? ഒരു ഡിവോഴ്സിലേക്ക് പോകുമ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ റിലേഷൻഷിപ്പ്. അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുമോ, അതല്ലെങ്കിൽ നിങ്ങൾ ഒരു എന്താ പറയുക ഒരു ജോലി ചൂസ് ചെയ്യുമോ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ അറിയേണ്ടത്. അപ്പം അതുകൊണ്ടാണ് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണതാണ് പേഴ്സൺ. നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഒരു മൂച്ചിന് കയറി എങ്ങനെയാണെങ്കിലും നീ നിൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചോ എന്ന് ഹസ്ബൻഡായാലും വൈഫായാലും റിലേഷൻഷിപ്പ് ആയാലും എന്തായാലും ഒരാൾ മറ്റേയാളോട് പറഞ്ഞും പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അതാണെങ്കിൽ കൈവിട്ട് പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ തിരിച്ചു പിടിക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു സ്ട്രെസ്സിലാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇതൊന്നും പറയാത്തത്.
അപ്പം മണ്ടത്തരമായി പോയി എന്നൊരു തോന്നലുണ്ട് ഈ പേഴ്സണ്, മനസ്സിലായി. പക്ഷേ പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഇനി എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ് കണ്ടില്ല കേട്ടോ. ഇത് 2 ക്വസ്റ്റ്യൻസിലും സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ കണ്ടില്ല. പിന്നെയും സ്ട്രെസ്സിലേക്ക് പോകുന്നു. ഇവിടെ ഒരു ഈ പേഴ്സൺ അവസാനം ഹാപ്പിനെസ് ചൂസ് ചെയ്യും. നിങ്ങളുടെ കൂടെയുള്ള, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ പേഴ്സണ് ഹാപ്പി. ഭയങ്കര സ്ട്രെസ്സാണ് ഈ പേഴ്സണ്. അപ്പോൾ കുഞ്ഞുണ്ടെന്ന് തോന്നുന്നു. ഒന്നില്ലെങ്കിൽ പ്രഗ്നൻസി, അല്ലെങ്കിൽ ശരിക്കും കുഞ്ഞുണ്ടാവാം, ചെറിയ കുഞ്ഞുണ്ടാവാം. അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടി ഈ പേഴ്സൻ്റെ വാശി ഇല്ല, വേണ്ടാന്ന് വെക്കുമെന്നാണ് പറയുന്നത് മുമ്പോട്ട് പോകും തോറും. കാരണം ഈ പേഴ്സൺ ഒരു വിജയം കിട്ടാൻ, കാരണം നിങ്ങൾ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഒരു ജീവിതത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണം. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ബെറ്റർ ആവണമെന്ന ആഗ്രഹത്തിൽ ഒരാൾ ഒരു ജോലി അന്വേഷിച്ച് പോകുമ്പോൾ അതിനെതിരെ നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് എതിരെ നിൽക്കുന്ന ആൾ അവസാനം ആ ഒരു തീരുമാനം മാറ്റുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ആ ഒരു വളരെ ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ക്യാരക്ടർ, അങ്ങനെ എനിക്ക് വേണ്ട, നീ പൊക്കോ എന്ന് പറഞ്ഞ ആ സ്വഭാവം, അത് പേഴ്സൺ വിഡ്രോ ചെയ്യും. നിങ്ങളോട് വന്ന് പറയും അത് വേണ്ടാന്ന്. നിങ്ങൾ പോകുന്നെങ്കിൽ പൊക്കോട്ടെ, നിങ്ങളെ ആ ഒരു വഴക്ക് വേണ്ട, നമ്മൾ തമ്മിൽ സ്വരുമയോടെ ജീവിച്ചാൽ മതി, നിനക്ക് വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ പോയിട്ട് വന്നോളൂ എന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തും. ഇതിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ 2 പേരും ചിലപ്പോൾ സിംഗിളായിരിക്കാം. എന്തായാലും ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ആലോചിച്ച് കഴിയുമ്പോൾ ഈ പേഴ്സണ് ഒരു മീൻസ് ചൂടായ മനസ്സോടെ നമ്മൾ ആലോചിക്കുമ്പോൾ എല്ലാം ദേഷ്യം വരും. അതെന്തിനാ, അതെങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചൂടാവും. അതേസമയം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടും നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഈ സ്ട്രെസ്സ് കളയാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ രണ്ടാമതിരുന്ന് ആലോചിക്കുമ്പോൾ ഈ പേഴ്സണ് കാര്യങ്ങൾക്ക് ഒരു പിടുത്തം വരും. അപ്പോൾ ഈ പേഴ്സൺ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതാണ് പറയുന്നത്. ഈ ജോലിക്ക് പോകുന്ന ആളല്ല, ഈ വാശിപ്പുറത്ത് നീ പോവുകയാണെങ്കിൽ പൊക്കോന്ന് പറഞ്ഞില്ലേ, ആ പേഴ്സണാണ് ഈ വാശി സിറ്റുവേഷൻ കളയാൻ പോകുന്നത്, വേണ്ടാന്ന് വെക്കാൻ പോകുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ആരാണ് ചെയ്യുന്നതെന്ന്, നിങ്ങളുടെ പേഴ്സണാണോ നിങ്ങളാണോ ജോലിക്ക് പോകുന്നത്, എന്ത് എനർജി എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക. അപ്പോൾ വാശി കാണിക്കുന്ന ആൾ വാശി വേണ്ടാന്ന് വയ്ക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കൺഫ്യൂഷൻ ആയോ? സോറി. ഏരീസ്, ലിയോ, ഓക്കെ, ഫയർ സൈൻസ് ആണ്. അപ്പോൾ വാശി കുറച്ച് കൂടുതലുള്ള ആളുകളായിരിക്കും. എന്തായാലും 3ാമത്തെ റീഡിംഗ് ആയിരുന്നു അത്. ഞാനിതോടെ ഇന്നത്തെ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും അനുഗ്രഹിച്ച് തരാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.